കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, തിരുവചനങ്ങൾ 36 മുതൽ. അക്കാലത്ത് ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് യേശു വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നതെങ്ങനെയോ അങ്ങനെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഠത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ദിവസം നമ്മൾ ഈ ഒരു ഉപമ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ദൈവവചനത്തിൽ നമ്മൾ വായിച്ചതാണ്. വയലിൽ വിതയ്ക്കപ്പെടുന്ന കളകളെയും കുറിച്ച്. ഇന്ന് കർത്താവ് അതിന് നൽകുന്ന വിശദീകരണമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്കറിയാം, ആദ്യ വായനയിൽ ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വേദന നമ്മൾ കണ്ടു. അതിനവർ തിരിച്ചറിഞ്ഞ് അവർ തന്നെ പറയുകയാണ്, ഇത് ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. ദൈവമായിട്ടുള്ള ഉടമ്പടി ഞങ്ങൾ ലംഘിച്ചു. ദൈവം ഞങ്ങളോട് പറഞ്ഞത് കേൾക്കാതെ ഞങ്ങൾ അന്യദേവന്മാരുടെ പിന്നാലെ പോയി. ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. എന്നാലും ഞങ്ങളുടെ പ്രത്യാശ അങ്ങ് തന്നെയാണ്. ഇന്നത്തെ ഈ കളകളുടെയും ഗോതമ്പിൻ്റെയും വയലിൻ്റെയും ഈ ഒരു ദൈവരാജ്യ ഉപമയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഒരു ഭാഗത്ത് 7ഓളം ഉപമകൾ നമ്മൾ കാണുന്നുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച്. അതിലൊരെണ്ണമാണ് ഈ വയലിലെ വിതയ്ക്കപ്പെട്ട കളകളുടെ ഉപമ. ഈ ഉപമ പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ദൈവം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിച്ചിട്ടല്ല ഒരാൾ പാപിയാകുന്നത്. ഒരാൾ പാപം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്ത ഒരാളുടെ നാശവും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളെല്ലാവരും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പ്രത്യാശയോടെയും തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണമെന്നും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് തങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന ആ ദൈവരാജ്യം നിത്യജീവൻ കരസ്ഥമാക്കണമെന്നുമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ലോകത്തിൽ തിന്മ വിതച്ചിട്ട് പിശാച് കടന്നു കളഞ്ഞു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ഉപമയിൽ ഈ ശത്രുവിൻ്റെ പിന്നാലെ ആരും പോകുന്നില്ല. ശത്രുവിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് നമ്മൾ പറയുന്നു. വയൽ ലോകവും ഈ വിതച്ച ശത്രു പിശാചുമാണ്. പക്ഷെ ഇവൻ കള വിതച്ചിട്ട് കടന്നു കളയുമ്പോഴും ഇവൻ്റെ പിന്നാലെ പോകാൻ യജമാനൻ പറയുന്നില്ല. അവൻ്റെ ആളുകളും ഈ ശത്രുവിൻ്റെ പിന്നാലെ പോകുന്നില്ല. പിന്നെ അവരെന്താ ചെയ്യുന്നത്? അവരാ വയലിനെ സംരക്ഷിക്കുകയാണ്. അവരാ വയലിലെ ഗോതമ്പിനെ ഫോക്കസ് ചെയ്യുവാണ്. നല്ല മക്കളെ ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ആളുകൾ പറയുവാണ്, ഞങ്ങൾ കളകൾ പറിച്ചു മാറ്റട്ടെ. അപ്പം നമ്മൾ ചിലപ്പോൾ പറയും, ഈ ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി 1-2 പേരൊക്കെ നശിക്കുവാണെങ്കിലും കുഴപ്പമില്ല, അവരെ പോവുകയാണെങ്കിലും പോകട്ടെ, അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ കൊളാട്രൽ ഡാമേജ് എന്ന് പറയും. മൊത്തമായിട്ടുള്ള ആ ഒരു ശുദ്ധീകലശത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ളൊക്കെ ചിലപ്പം പോയിന്നിരിക്കും. പക്ഷെ യജമാനൻ കർത്താവ് മനുഷ്യപുത്രൻ പറയുന്ന കാര്യം അങ്ങനെയല്ല. ഒറ്റ ഗോതമ്പ് ചെടി പോലും നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ ഈ വയലിലെ ഉപമ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഗോതമ്പിനെ പോലെ തന്നെ തോന്നിക്കുന്ന കളകളാണ്. അതിന് ടാരസ് അല്ലെങ്കിൽ ഡാർണൽ എന്നാണ് പറയുന്നത്. ഇതിനെ ഗോതമ്പിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ അവസാനമാകുമ്പോൾ, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഗോതമ്പിൻ്റെ ആ കതിരിങ്ങനെ കുനിഞ്ഞു നിൽക്കും, കുമ്പിട്ട് നിൽക്കും. പക്ഷേ ഈ കളകളുടെ കതിരുകൾ തലയുയർത്തി തന്നെ നിൽക്കും. അവസാന നിമിഷം വരെ ദൈവം കാത്തിരിക്കുവാണ്. ഒരുപക്ഷെ കളകൾ ഗോതമ്പായേക്കില്ല, പക്ഷേ
ഈ ലോകത്തിലുള്ള ഓരോ പാപിക്കും ഏത് നിമിഷം വേണമെങ്കിലും മാനസാന്തരം സംഭവിക്കാം. മുന്തിരിത്തോട്ടത്തിലെ ഉപമ നമുക്കറിയാം. ആദ്യ മണിക്കൂറുകളിലും അവസാന മണിക്കൂറുകളിലും ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്. എന്തിനേറെ കർത്താവിന്റെ കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെടാനുള്ള കള്ളന്മാരുടെ കഥ നമുക്കറിയാം. ഒരുവൻ അവസാന നിമിഷവും അഹങ്കാരത്തോടെയും പുച്ഛത്തോടെയും ദൈവത്തെയും ദൈവരാജ്യത്തെയും പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ മറ്റൊരു കള്ളൻ അവസാന നിമിഷം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം അടിച്ചുകൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ആര് രക്ഷിക്കപ്പെടണം, ആര് ശിക്ഷിക്കപ്പെടണം, ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാകണം, എങ്ങനെ ആയിരിക്കരുത് എന്ന് തീരുമാനിക്കാൻ ഞാനും നിങ്ങളും ആരുമല്ല. വിധി ദൈവത്തിൻ്റെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിധിയുണ്ട്, കൊയ്ത്തുകാലമുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ എന്തുകൊണ്ട് തിന്മകൾ സംഭവിക്കുന്നു, ഈ ലോകത്തിൽ എന്തുകൊണ്ട് ദുരിതങ്ങൾ സംഭവിക്കുന്നു, ഈ ലോകത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ പോയേക്കാം. അപ്പോഴൊക്കെയും പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കണം: ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിന്മ വിതയ്ക്കുന്നില്ല. പാപമായിട്ടുള്ളതൊന്നും ദൈവത്തിൽ നിന്ന് വരത്തില്ല. കാരണം ദൈവം നന്മയാണ്. എല്ലാ ദുരിതവും, എല്ലാ അപകടങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ട്രാജഡീസും തിന്മയല്ല. നമ്മുടെ പ്രവർത്തികളുടെ ഫലവും ദൈവം നമ്മളെ ഈ വയൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഉപമയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വിത്ത് വിതച്ചതിന് ശേഷം ഇതിനകത്ത് ഒരു കാര്യം മാത്രം പറയുന്നില്ല: ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. കർത്താവ് ഉപമ വിശദീകരിച്ചപ്പോഴും മനഃപൂർവ്വം മാറ്റിവെച്ചൊരു കാര്യമുണ്ട്: ഈ ആളുകൾ ആരാണെന്ന് പറയുന്നില്ല. ഈ ഉറങ്ങിപ്പോയ ആളുകൾ ആരാണെന്ന് കർത്താവ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, അത് മറ്റാരുമല്ല, അത് നമ്മളെല്ലാവരും തന്നെയാണ്. ദൈവം ഈ ലോകത്തെ സ്ഥാപിച്ചിട്ട്, നമ്മുടെ ജീവിതത്തെ കർത്താവ് സ്ഥാപിച്ചിട്ട് ഇതിനെ ഭരമേൽപ്പിച്ചത് നമ്മുടെ കയ്യിലാണ്. ഈ ലോകത്തെ ദൈവം ഭരമേൽപ്പിച്ചത് മനുഷ്യരുടെ കയ്യിലാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ഭരമേൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ നമുക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല. കാരണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല എൻ്റെ ജീവിതം. ഞാൻ എഴുതി ഉണ്ടാക്കിയതോ ഞാൻ രൂപപ്പെടുത്തിയെടുത്തതോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞതോ അല്ല. എൻ്റെ ജീവിതം, എൻ്റെ ശരീരമോ ഒന്നും ഞാനായിട്ടുണ്ടാക്കിയെടുത്തതല്ല, എല്ലാം നൽകപ്പെട്ടതാണ്. കർത്താവ് ഈ ജീവിതം എൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു: ഇതിനെ നീ ഏറ്റവും മനോഹരമായിട്ട് നോക്കിക്കോളണം. ഈ എൻ്റെ ജീവിതമാകുന്ന വയലിൽ, ഈ ലോകമാകുന്ന വയലിൽ എപ്പോഴാണ് കള വിതയ്ക്കപ്പെട്ടത്? ഉറക്കമായപ്പോഴാണ്. കർത്താവ് പറയുന്നൊരു കാര്യം: നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ നിദ്രയുടെ സമയം ഒരുപക്ഷെ ആലസ്യത്തിൻ്റെ സമയമാണ്. നമ്മൾ ജാഗരൂകത കൈവിടുന്ന സമയമാണ്. നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണു തെറ്റുന്ന സമയമാണ്. ആ ഒരു ചെറിയൊരു നിമിഷം മതി കളകൾ വിതയ്ക്കപ്പെടുവാനായിട്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക. പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. ഒരു നിമിഷം അവൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറിയിരിക്കും. അവൻ കള വിതച്ചിട്ട് കടന്നു കളയും. പിശാചിനൊരിക്കലും, ശത്രുവിനൊരിക്കലും സീറ്റ് കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കരുതലോടെ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വത്തോടെ ആയിരിക്കുക. ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വത്തോടെയും നന്ദിയോടെയും നമ്മൾ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഈ ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയല്ല ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സങ്കടമുണ്ടെന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അളന്നു നോക്കിയല്ല. എൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും വിശുദ്ധമായിട്ടും ഞാൻ എങ്ങനെ ജീവിക്കും? കാരണം ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത, നിശ്ചയമായും എത്തിച്ചേരുന്ന ഒന്നിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അത് കൊയ്ത്തുകാലമാണ്. ആ കൊയ്ത്തുകാര് ദൈവത്തിൻ്റെ മലാഖമാരും. അപ്പോൾ ആ കൊയ്ത്തുകാലത്തിലേക്ക് എല്ലാവരും വേർതിരിക്കപ്പെടുമെന്നൊരു ബോധ്യത്തിൽ പ്രിയമുള്ളവർ നമുക്ക് ജീവിക്കാൻ പറ്റണം. പലപ്പോഴും ലോകം നമ്മളോട് പറയുന്നത് അതങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ജീവിതത്തെ നിങ്ങൾ ആഹ്ലാദിച്ചും ഉല്ലസിച്ചും ജീവിക്കുക. ദൈവത്തെ നിങ്ങൾ മാനിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ദൈവത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രവണതയൊക്കെ ഇപ്പോൾ കൂടി വരുക. ഒരുപക്ഷെ ഈ വർഷത്തെ ഒളിമ്പിക്സിൽ പോലും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കരണങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് കരുതലോടെ ഇരിക്കാം. പാപം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കണം, പാപത്തെ വെറുക്കണം, പാപത്തെ വർജിക്കണം.
പാപം കണ്ടാൽ, തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയണം. പക്ഷേ പാപിയെ വിധിക്കുന്നത് എൻ്റെ ജോലിയല്ല, അത് ദൈവത്തിൻ്റെ ജോലിയാണ്. ആര് രക്ഷിക്കപ്പെടണം, ആര് ശിക്ഷിക്കപ്പെടണം, അത് ദൈവത്തിൻ്റെ ജോലിയാണ്. ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാം. ഓരോ ജീവിത സാഹചര്യങ്ങളിലും പാപം കാണുമ്പോൾ, തെറ്റുകൾ ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, ദുരിതങ്ങൾ കാണുമ്പോൾ, ട്രാജഡീസ് ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ മീതെ ഒരു കൺട്രോൾ എൻ്റെ കയ്യിലില്ല. ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്ത് സംഭവിക്കണമെന്ന്, ദൈവമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുരിതത്തിൽ അകപ്പെട്ടവരെ സഹായിക്കണമേ. അത് പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഷമല്ല ഉത്തരം, കുറ്റപ്പെടുത്തലും വിമർശനവുമല്ല ഇതിനുള്ള പരിഹാരം. നമ്മൾക്ക് മുട്ടുകുത്താം. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യവും ഈശോയുടെ തിരുഹൃദയവും മാതാവിൻ്റെ വിമല ഹൃദയവും ഒക്കെ അവഹേളിക്കപ്പെടുന്ന ഓരോ ഇടങ്ങളിലും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതും ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയാണെന്ന് മറക്കരുത്. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവർ കൂടിയാണ് നമ്മൾ. നമ്മുടെ രക്ഷയെ മാത്രം നമ്മൾ ചിന്തിക്കുന്ന സ്വാർത്ഥമതികളാകാതെ, ദൈവമേ, എല്ലാവരെയും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയ പ്രവൃത്തിയെ, ഈ ഒരു പ്രാർത്ഥനയെ, ഈ ഒരു ത്യാഗത്തെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഗോതമ്പ് പോലെ ദൈവസന്നിധിയിൽ ഫലമുള്ളവരായിട്ട് നമ്മുടെ ജീവിതം മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളകൾ ദൈവം പറിച്ചു മാറ്റിക്കൊള്ളും. ഈ ലോകത്തിലെ കളകളെ ദൈവം വേർതിരിച്ചുകൊള്ളും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.